ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കാൻ ഏതാനും നിമിഷങ്ങൾ ഓർമ്മയുള്ളൂ. നമ്മുടെ ആദരണീയനായ പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ഇൻസ്റ്റാളിംഗ് ഓഫീസറുമായ ഡോക്ടർ എടൻകുഴി സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മൾട്ടിപ്പിൾ കൗൺസിലിന്റെ സെക്രട്ടറിയായ ഡോക്ടറെ ഡോക്ടറെ കണ്ടും സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹമായിരിക്കും പ്രോജക്ട്സ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതെന്നു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദി ചോരാവിവൻ തൊഴിലിൻ പദം with which each one of us will shoulder one's responsibilities as a good citizen. It's history written in letters of gold that inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual among us സന്തോഷത്തോടെ വിടവാങ്ങുകയാണ്. പുതിയ ഭാരവാഹികളെ ഞാൻ ഈ ക്ലബിൻ്റെ അധികാരത്തിലേക്ക് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് വർണ്ണാഭമായി നടത്താൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഭാരവാഹികളെ അവരെ ആരോഹണം ചെയ്യാൻ വേണ്ടി, സ്ഥാനാരോഹണ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി, ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ക്ലബിലെ അംഗവും പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ കൂടിയായ നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള അംഗം ശ്രീ ലയൺ ഡോക്ടർ എടൻകുഴി അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ പ്രൊജക്റ്റുകൾ വരുന്ന പ്രസിഡന്റ് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ പ്രഗത്ഭനായ ഗവർണറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ ഡോക്ടർ കണ്ണൻ അദ്ദേഹത്തിനെ ലയൺ ഡോക്ടർ കണ്ണൻ അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഗവർണർ ലയൺ വഹാബ്ജി വളരെ വലിയ ഒരു കോർ ടീമിനെയാണ് നിയമിച്ചിരിക്കുന്നത്. വളരെ പ്രഗത്ഭരായ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച ഒരുപാട് വ്യക്തികൾ നമ്മുടെ കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉണ്ട്. ലയൺ ഡിസ്ട്രിക്ട് 218 അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് ചീഫ് സെക്രട്ടറി ലയൺ സേതു. അദ്ദേഹത്തിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. Our president, outgoing president Ganesan, till this time, ഇന്ന് അത് നേരെ നമ്മുടെ ബിജുവിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ബിജുവിന് പുതിയ പ്രസിഡന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇത് കൊടുക്കാനായിട്ട് ഇന്ന് ഗണേശൻ he may have to give it to Biju with our presence and escort it.
36 വർഷം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ് നമ്മുടെ ക്ലബ്ബ്. ആദ്യകാല ചാർട്ടർ പ്രസിഡന്റ് ഡോക്ടർ ആർ ബാലകൃഷ്ണൻ സാറായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അദ്ദേഹം 2 പ്രാവശ്യം ഇവിടെ പ്രസിഡൻ്റായി. അതിനുശേഷം ആ ഒരു ഭാഗ്യം കിട്ടിയ എനിക്കാണ് 2 പ്രാവശ്യം. ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ നമ്മുടെ ഓരോ മെമ്പേഴ്സും എപ്പോഴും വരണമെന്നുള്ള ആഹ്വാനമാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഏത് ക്ലബ്ബാണെങ്കിലും നമ്മുടെ ബൈലോ വെച്ചറിയാം, എല്ലാവരും എല്ലാ പോസ്റ്റും എടുക്കണമെന്നാണ് നമ്മുടെ നിയമം. ആരും പുറകോട്ട് പോകാതെ എല്ലാവരും മുമ്പോട്ട് വന്ന് എല്ലാവരും പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. എൻ്റെ ടീമിന് മാത്രം കൂടുതൽ സമയം കണ്ടെത്താതെ ഒരുപാട് സാമൂഹിക നന്മകളും സൊസൈറ്റിക്കും നമ്മൾ ഓരോ മെമ്പറും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ വർഷത്തെ ലയൺസ് കാരനെ നല്ലൊരു അതിമനോഹരമായ ഒരു ലയൺസ് കാർ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹകരണവും പ്രാർത്ഥനയും എനിക്കും ഞങ്ങളുടെ ടീമിനും കോച്ച് സാറുണ്ട്, ഞങ്ങളുടെ ടീം ഗിരീഷ് പിന്നെ റാത്ത് പറ്റിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹം വളരെ സപ്പോർട്ട് വ്യക്തിയാണ് ഞങ്ങളുടെ നമ്മുടെ ടീം അംഗങ്ങളെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും എപ്പോഴും ഞങ്ങളുടെ ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. നമസ്കാരം. താങ്ക് യു. First of all, let me thank you all for inviting me. ഒത്തിരി കാലത്തിന് ശേഷമാണ് കൊട്ടാരക്കര ക്ലബിൽ എനിക്ക് നിങ്ങളെല്ലാം കാണാൻ ഒരവസരം കിട്ടുന്നതിൽ വളരെ സന്തോഷമാണ്. മാത്രമല്ല ഈ പുതിയ അവതാരം എടുത്തപ്പോഴേ നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ മുരളി സാറും ഫുൾ മേക്ക് ഓവറിലാണ്. ഞാൻ മുരളി സാറിനെ കണ്ടപ്പോൾ പറയുകയായിരുന്നു, ഇത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സന്യാസം അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് താടിയൊക്കെ വളർത്താം. പക്ഷെ എനിക്ക് പെട്ടെന്ന് സാർ ബാക്കിൽ നോട്ടൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഗ്യാങ് ബൈക്കേഴ്സ് അവരുടെ ഒരു ലുക്കാണ് ഫീൽ ചെയ്തതെന്ന് പറയുകയും ചെയ്തു. ഈ കൊട്ടാരക്കര ക്ലബ്ബ് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ലേഡി മെമ്പേഴ്സ് ഇൻവോൾവ്മെൻറ്റ് വന്ന് കാണുന്നത് വളരെ സന്തോഷം. ബിക്കോസ് നമ്മുടെ ഈ ഒരു ഫെലോഷിപ്പ് ആൻഡ് ഫാമിലി ബോണ്ടിങ് ഉണ്ടെങ്കിൽ ക്ലബിന് നമുക്ക് പല ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലബിന് ഒരു സാറ് പറഞ്ഞതുപോലെ ഒരു പുതിയ വിജുവിനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒത്തിരി 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 ഐഡിയാസും മനസ്സും സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യനാണ്. കാരണം കഴിഞ്ഞ വർഷം ആയിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ്, നോട്ട് ജസ്റ്റ് ബിക്കോസ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, റീജിയൻ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോഴും സോൺ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന് താഴെയുള്ള ക്ലബ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ ക്ലബുകളുടെ പ്രോജക്റ്റിൽ പോലും ഫൈനാൻഷ്യൽ എയ്ഡ് അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ബട്ട് നമ്മൾ ആസ് എ ലീഡർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പല ക്ലബിലും ആ ക്ലബിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ജസ്റ്റ് ഒരു എന്താ പറയണ്ട ഒരു സപ്പോർട്ട് പോലെ അവർ ചെയ്യുമ്പോൾ ഞാനും കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി.
ബെസ്റ്റ് ക്ലബായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഇതേ വേദിയിലൂടെ വന്ന് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. ഞാൻ പ്രോജക്റ്റാണ് എൻ്റെ ചുമതല. ഇന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയും ഇന്നും പ്രസന്റ് ആക്കാനുമായിരുന്നു വരുന്നത്. പിന്നെ മുരളി സാറിനെ വന്ന് കാണാം, ചെറിയൊരു കഥയും കേൾക്കാൻ വിചാരിച്ചാണ് വന്നത്. സാറിനെ കണ്ടിട്ട് കുറേ കാലമായിരുന്നു. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് കണ്ടതാണ്. പിന്നെ മുരളി സാറ് പ്രോജക്റ്റിൻ്റെ സംസാരിച്ചിട്ട് കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, LCFനെ പറ്റി എടുത്തു പറഞ്ഞു. അതിൻ്റെ ചുമതല ഈ വർഷം നമ്മളെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റാണ് ലൈൻ ഗണേഷ് അവരാണ്. അദ്ദേഹത്തിനോട് ആദ്യമേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ വർഷം ഈ ക്ലബിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടാണ് ഈ വർഷം ഡിസ്ട്രിക്ട് ഓണർ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്ത് സോൺ ചെയർപേഴ്സണാക്കിയത്. ലീഡറാണ്, സർവീസ് ഓറിയന്റഡ് ലയനാണ്, ഞാൻ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കൊട്ടാര ക്ലബിനെ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ നടന്നത്. ഞാൻ ആ മീറ്റിങ്ങിൽ അല്പം വൈകിയാണ് എത്താൻ സാധിച്ചത്. റീജിയൻ 10 ഇന്ന് പുത്തൂർ ക്ലബിൻ്റെയും ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിൽ ഫസ്റ്റ് VDG ഡെസിഗ്നേറ്റും സെക്കൻഡ് VDG ഡെസിഗ്നേറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് മൺട്രോത്തുരത്തിൽ ഫസ്റ്റ് VDGക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും നമുക്ക് പുത്തൂർ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പുത്തൂർ പോയിട്ടാണ് ഇവിടെ വൈകി എത്താൻ കഴിഞ്ഞത്. ഔട്ട് ഗോയിങ് പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ നമ്മുടെ ZC ആയിരിക്കുന്നത്. അവർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. മൾട്ടിപ്പിളിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ അവാർഡ് മേടിച്ച ക്ലബ്ബാണിത്. എന്നെ സഹായിച്ചത് ഒരുപാട് നല്ല ആളുകളുടെ പ്രയത്നം കൊണ്ടാണ്. ഞാൻ പറയാൻ ഇന്ന് ഞാൻ നമ്മുടെ കൂടെ വന്ന് പറഞ്ഞു, ലയൺസ് ക്ലബിനകത്ത് 3 ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, 2 ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നത്, 3 പ്രശസ്തിക്ക് വേണ്ടി വരുന്നത്. ഇതെല്ലാം മാറ്റിവെച്ച് ലയൺസത്തിന് ഡെഡിക്കേറ്റഡായിട്ട് വന്ന് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞപ്പൻ ഡോക്ടർ, തമ്പാൻ ഡോക്ടർ, മുരളി സാറ്, പാപ്പി സാറ്, പഴയ ശിവദാസൻ സാറ്, അങ്ങനെ ഒരുപാട് പേര് അന്ന് ഒരുപാട് ഡെലിക്കേറ്റ്. കുണ്ടറയോണി, മരിച്ച കുണ്ടറയോണി ഈ പ്രൊജക്റ്റ് ആദ്യം ഉണ്ടാക്കാൻ കാരണക്കാരൻ ജോണിയാണ്. ഞാൻ പ്രസിഡൻ്റായ സമയത്ത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല, ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് ജോണി, മുരളി സാർ, അല്ല വാരപ്പിള്ള സാറ്, മുരളി, എല്ലാവരും എൻ്റെ ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് മെമ്പേഴ്സാകുന്നത്. സരസമായ രീതിയിൽ വളരെ എലാബറേറ്റഡ് ആയിട്ട് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ക്ലബിൻ്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തങ്ങളാണ്, ക്ലബ് മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, വളരെ ദീർഘമായി വളരെ സരസമായിട്ട് ഈ ഇൻസ്റ്റാളിംഗ് പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായി നടത്തിയാണ്. ഡോക്ടർ മുരളി സാറിനുള്ള നന്ദി കടപ്പാട് ക്ലബിന് വേണ്ടി, എല്ലാ അംഗങ്ങൾക്കും വേണ്ടി, PSCക്ക് വേണ്ടി അറിയിക്കുന്നു.